വേൾഡ് കപ്പ് സ്വപ്നം കണ്ടിറങ്ങുന്ന ഇന്ത്യക്ക് അഹമ്മദാബാദിലെ റെക്കോർഡ് അത്ര ആശാവഹമല്ല. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് 29 ICC മാച്ചസിൽ 2 ഡിഫീറ്റ് വന്നതും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്നാണ്. ഒന്ന് വേൾഡ് കപ്പ് ഫൈനൽ തോറ്റത് 2023, രണ്ടാമത്തെ ഈ വേൾഡ് കപ്പിൽ തന്നെ സൂപ്പർ 8 സൗത്ത് ആഫ്രിക്കയോട് തോറ്റ മത്സരം. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൗണ്ടിലേക്കാണ് ഇന്ത്യ ഇന്ന് ഫൈനൽ കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, മേജർ ഇവൻസിൻ്റെ എല്ലാ ഫൈനലും ഇപ്പം നടക്കുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചാണ്. പിന്നെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ റെക്കോർഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതൊരു ഹൈ സ്കോറിംഗ് ഗ്രൗണ്ട് തന്നെയാണ്. പക്ഷേ ചില സമയങ്ങളിൽ നല്ലൊരു ലോവസ്റ്റ് സ്കോർ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഫസ്റ്റ് ഇന്നിംഗ് സ്കോറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 174ഉം സെക്കൻഡ് ഇന്നിങ്സിന് ആവറേജ് എന്ന് പറയുന്നത് 150s വരും. അപ്പം അവിടെ യൂസ് ചെയ്യുന്ന മെയിനായിട്ടും റെഡ് സോയിലും ബ്ലാക്ക് സോയിലും ആയിട്ടുള്ള പിച്ചാണ്. ഇന്ന് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത് രണ്ടിൻ്റെ മിക്സ് ആയിട്ടുള്ള പിച്ചാണ്. അപ്പോൾ അത് തന്നെ ഒരു ഹൈ സ്കോറിങ് മാച്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് T20 വേൾഡ് കപ്പിലെല്ലാം ഫേസ് ടു ഫേസ് വന്നപ്പം ഇതുവരെ എല്ലാം ജയിച്ചിട്ടുള്ളത് ന്യൂസിലൻഡ് തന്നെയാണ്. അപ്പം അങ്ങനെ കുറേ റെക്കോർഡുകൾ ഇന്ത്യക്കെതിരെ തന്നെയാണെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റനായിട്ട് വന്ന് ഫേസ് ചെയ്തത് നമ്മുടെ ധോണി തന്നെയാണ്. അപ്പം അങ്ങനെ വന്നിട്ട് പോലും ഇന്ത്യ 3-0 ന്യൂസിലൻഡിനോട് ട്രയൽ ചെയ്തിരിക്കുകയാണ് വേൾഡ് കപ്പിൽ. അപ്പം ആ ഒരു റെക്കോർഡ് ഇന്ന് തിരുത്തി കുറിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് കപ്പ് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതുവരെയുള്ള ഇന്ത്യയുടെ ഫൈനൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് 2007 പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ആദ്യമായിട്ട് കപ്പ് നേടുന്നത്. അത് കഴിഞ്ഞ് 2014 ഫൈനലിലെത്തി ശ്രീലങ്കയോട് തോറ്റു. പിന്നെ വീണ്ടും രോഹിത് ശർമ്മ കപ്പ് നേടിത്തുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. ഇന്നത് സൂര്യകുമാറിൻ്റെ ഊഴമാകുമോ?